ഇന്ന് നമുക്ക് ശ്രവണത്തിനായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വിഷയം ഞാൻ മാത്രമേ ഉള്ളൂ, അന്നും ഇന്നും എന്നും. എന്താണ് അതിൻ്റെ അർത്ഥം? ആരാണ് ഈ ഞാൻ? ശ്രീമദ് ഭാഗവതം പ്രഥമ ശ്ലോകത്തിലും അന്ത്യശ്ലോകത്തിലും മാനവരാശിയോടാകമാനം ഉദ്ഘോഷിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കുഞ്ഞേ, സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ അനുസന്ധാനം ചെയ്യുക. സത്യദർശിയായ ബ്രഹ്മസ്വരൂപമായ വേദവ്യാസ മഹർഷി അഹേതുകമായ ദയാപാരവശ്യത്താൽ നാം ഏവരോടും ഉപദേശിക്കുകയാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം സത്യാനുസന്ധാനമാണ്. എന്താണ്? സത്യത്തെ ബുദ്ധി കൊണ്ട് അനവരതം അനുസന്ധാനം ചെയ്യുക. അതിന് നമുക്ക് കൃത്യമായിട്ട് സത്യം എന്തെന്ന് അറിയണം, അല്ലേ? സത്യം എന്തെന്ന് നിശ്ചയമായും അറിഞ്ഞെങ്കിൽ മാത്രമേ ശ്രീമദ് ഭാഗവതം ഉപദേശിക്കുന്ന ആ പരമമായ സത്യത്തെ അനുധ്യാനം ചെയ്ത് ജീവിതത്തെ ധന്യധന്യമാക്കി തീർക്കുവാൻ കഴിയുകയുള്ളൂ. സത്യം ഉണ്ടായതല്ല. സത്യം ഒന്നുകൂടി പറയൂ. സത്യം ഉണ്ടായതല്ല. പിന്നെയോ? സത്യം ഉണ്ടായതല്ല. പിന്നെന്താണ്? ഉള്ളതാണ്. സത്യം ഉണ്ടായതല്ല, ഉള്ളതാണ്. ഉണ്ടായതെന്തും നശിക്കും, ഉണ്ടായതെന്തും പരിണമിക്കും, വളരും, ക്ഷയിക്കും, നശിക്കും. പരിണമിച്ച് വൃദ്ധിയെ പ്രാപിച്ച് ക്ഷയിച്ച് നശിക്കുന്നതൊന്നും സത്യമല്ല. സത്യം ഉണ്ടാകാതെ നശിക്കാതെ എന്നും ഒരുപോലെ വിരാജിക്കുന്ന അദ്വയ പ്രകാശമാണ്. അതാണ് ഉള്ളത്. അതാണ് ഉള്ളത്. ഏതിൻ്റെയും ഉള്ള് ഏതാണ്? അതാണ് ഉള്ള്. അതാണ് ഏതാണ്? അത് എന്ന് നിങ്ങൾ ഇഷ്ടം പോലെ തവണ കേട്ടിട്ടുണ്ടാവും, അല്ലേ? എപ്പോഴാണ് കേട്ടിട്ടുള്ളത് അത് എന്ന്? എന്തൊരു ചോദ്യമാണ് ഇതൊക്കെ, അല്ലേ? അത് എന്ന് പറയുന്നത് സാധാരണ ഇത് എന്ന് പറയാൻ കഴിയുന്ന ഏതിനെയും അത് എന്ന് പറയാം, അല്ലേ? ഇത് എന്ന് പറയുവാൻ കഴിയുന്ന ഏതിനെയും അതെന്ന് പറയാൻ കഴിയും. തത്വമസി എന്ന് കേട്ടിട്ടുണ്ടോ? സാമവേദ അന്തർഹിതമായിരിക്കുന്ന ചാന്തോക്യ ഉപനിഷത്തിലെ മഹാവാക്യ ഉപദേശമാണ് തത്വമസി. ശ്രീ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന തത്വമസി എന്ന മഹാവാക്യം ചാന്തോക്യ ഉപനിഷത്തിലുള്ളതാണ്. തത് ത്വം അസി. ത്വം നീ, തത് അത്, അസി ആകുന്നു, നീ അതാകുന്നു, അല്ലേ? ഏതാകുന്നു? അതാകുന്നു. അപ്പൊ ഇത് എന്ന് പറയുന്നതിനെ മാത്രമേ അത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. ഇത് എന്ന് പറയാൻ കഴിയുന്നതെല്ലാം പരിധിയുള്ളതല്ലേ? പരിധിയുള്ളത് ഉണ്ടായതല്ലേ? ഉണ്ടായത് നശിക്കുന്നതല്ലേ? ഉണ്ടായും നശിക്കും ഇരിക്കുന്നത് സത്യമാണോ? അല്ല. അപ്പോൾ തത് എന്ന് പറയുന്ന അത്, അതെന്നോ ഇതെന്നോ പറയാൻ കഴിയാത്തതേതോ അതാണ് തത്. അത് ഏതാണ്? അതെന്നോ ഇതെന്നോ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത പരിധിരഹിതമായിരിക്കുന്ന പ്രകാശമാണ് അത്. ഏത്? തത്. ആ തത്
സത്യമാണ്. ആ തത് സത്യമാണ്. അപ്പൊ സത്യം 3 കാലത്തിലും നശിക്കാത്തതും എന്ന് പറഞ്ഞാൽ കാലാതീതമായതാണ് സത്യം. കാലം എന്ന് പറയുമ്പോൾ ഇന്ന് ശ്രീമദ് ഭാഗവതത്തെ കേന്ദ്രീകരിച്ച് നിങ്ങളോട് സംവദിക്കുന്നതിന് ഭാഗവതത്തിൽ കേന്ദ്രീകൃതമായി പറഞ്ഞിരിക്കുന്ന വിഷയം ഞാൻ മാത്രമേ ഉള്ളൂ, അന്നും ഇന്നും എന്നും എന്നത് ചതുശ്ലോകി ഭാഗവതത്തെ ആസ്പദമാക്കിയാണ്. ചതുശ്ലോകി ഭാഗവതം എന്ന് പറയുമ്പോൾ ഭാഗവതത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 18,000 ശ്ലോകങ്ങൾ 12 സ്കന്ധങ്ങളിലായി അടക്കം ചെയ്തിരിക്കുന്നു അല്ലേ? ഈ 335 അധ്യായങ്ങളും ഉണ്ട്. ഈ സംഖ്യകളൊന്നും പഠിച്ചിട്ടൊന്നും വലിയ പ്രയോജനമില്ല. ഉണ്ടോ? നമ്മളുടെ ഹൃദയത്തിൽ പരിവർത്തനം വരുന്ന ആ മഹത്തായ ജ്ഞാനം നമുക്ക് ലഭ്യമാകണം. വേണ്ടേ? വേണം. ഈ 335 അധ്യായങ്ങളിലായി 12 സ്കന്ധങ്ങളിലായി 18,000 ശ്ലോകങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നതിന് മൂലമായിരിക്കുന്നത് ചതുശ്ലോകി ഭാഗവതം എന്ന 4 ശ്ലോകങ്ങളാണ്. ഈ ചതുശ്ലോകി ഭാഗവതം ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം 32, 33, 34, 35 ശ്ലോകങ്ങളാണ്. ആ ശ്ലോകങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട് ആരാണ് ഈ ഞാൻ. ആരാണ് ഈ ഞാൻ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറയൂ, ആരാണ് ഈ ഞാൻ? ഇവിടെ ബ്രഹ്മാവിന് ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി സ്വന്തം ഇരിപ്പിടത്തിൽ വന്നപ്പോൾ, കഥയിലേക്കൊന്നും കടക്കുന്നില്ല, നിങ്ങൾക്ക് ഇനിയും എല്ലാ ദിവസവും അതൊക്കെ കേൾക്കാം. ഇന്ന് നമുക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാ പറയേണ്ടത് അല്ലേ? ആണോ? അതുകൊണ്ട് ബ്രഹ്മാവിന് അങ്ങനെ ഇരിപ്പിടത്തിൽ വന്നപ്പോൾ എങ്ങനെ ഈ പ്രപഞ്ച സൃഷ്ടി നടത്തും? അതിലെനിക്ക് കർത്തൃത്വം വരരുത്, എങ്ങനെ നടത്തണം എന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി, തപ അല്ലേ? തപസ്സനുഷ്ഠിക്കൂ. അങ്ങനെ തപസ്സെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് തപസ്? മനസ്സേന്ദ്രിയാണാംശ ഐകാഗ്ര്യം ഹി പരമം തപ. മനസ്സിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഏകാഗ്രതയാണ് പരമമായ തപസ്. അവിടെ മനസ്സും ബുദ്ധിയും ഒക്കെ അതിനധിഷ്ഠാനമായിരിക്കുന്ന ആ ആത്മസത്തയിൽ നിർത്തുന്നതാണ് തപസ് അല്ലേ? അപ്പൊ അങ്ങനെ തപസ് ചെയ്തപ്പോൾ ശംഖചക്രഗദാധാരിയായി സാക്ഷാത് വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ബ്രഹ്മാവിന് ഉപദേശിച്ചു. ബ്രഹ്മാവ് ആർക്കുപദേശിച്ചു? നാരദൻ, വ്യാസൻ, ശുകൻ, പരീക്ഷത്ത് ആർക്കും ഉപദേശിച്ചില്ല അല്ലേ? പരീക്ഷത്തിന് ഉപദേശിച്ച ആ സഭയിലിരുന്ന് ആരാണ് കേട്ടത്? സൂതൻ കേട്ടു. അങ്ങനെ നൈമിഷാരണ്യത്തിൽ വെച്ച് സൂത ശൗനക സംവാദ രൂപേണ നടത്തിയ ഒരു ഭാഗവതം ഇന്നും പരമ്പരയായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഈ ചതുശ്ലോകി ഭാഗവതത്തിലെ ദ്വിതീയ സ്കന്ധം 9-ാം അധ്യായം 32-ാം ശ്ലോകമാണ്. അഹമേവാസമേവാഗ്രേ അഹം ഏവ ആസം ഏവ. അഗ്രേ എന്ന് പറഞ്ഞ ആദിയിൽ. ഈ നാമവും രൂപങ്ങളും ഉണ്ടാകുന്നതിന് മുന്നേ, എന്തുണ്ടാകുന്നതിന് മുന്നേ? നാമവും രൂപവും ഒക്കെ പ്രപഞ്ചരൂപേണ ഉണ്ടായി വന്നതിന് മുന്നേ എന്തുണ്ടായിരുന്നു? അഹം ഏവ ആസം ഏവ. തീർച്ചയായും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഞാൻ ആരാണ്? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും നമ്മൾ ചോദിക്കുകയാണ്, അഗ്രേ അഹം ഏവ ആസം ഏവ നാന്യത് യത് സദസത് പരം പശ്ചാദഹം യദേദച്ഛ സോ അവശിഷ്യേത സോസ്മ്യഹം. അതാണ് ശ്ലോകം. നമുക്കതൊന്ന് ശ്രദ്ധിക്കാം. ആരാണ് ഈ ഞാൻ? നമ്മൾ ഇത്ര വർഷം ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചു അല്ലേ? നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ ആരാണ്?
അതിനെന്തുത്തരം പറയും? അതിനുള്ള ഉത്തരമാണ് വേദവ്യാസ മഹർഷി നമുക്ക് തന്നിരിക്കുന്നത്. ആരാണ് ഞാൻ? ഹൂ ആം ഐ? ഫ്രം where did you come? where will you go? or will you go? ഇവിടെ നിന്ന് മരണശേഷം പോകുമോ അതോ മരണം ഉണ്ടോ? ആരാണ് ഈ ഞാൻ? ഇതിന് കൃത്യമായ ഉത്തരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആരാണ് ഞാൻ? പറയാമോ? ആരും ഒന്നും പറയുന്നില്ല. അതിവിടെ ഇരുന്ന് ചോദിച്ചത് കൊണ്ടാണ് ആരും ഒന്നും പറയാത്തത്. പുറത്തിറങ്ങിയാൽ പറയും ഞാൻ ഇന്ന വീട്ടിലെ ഇന്നാരുടെ ഇന്ന ജോലിയുള്ള ആൾക്കാരാണെന്ന് പെട്ടെന്ന് പറയില്ലേ? പറയും. അത് നിങ്ങളാണോ? അറിഞ്ഞുകൂടാ. ആരാണോ? അല്ല. പിന്നെ ആരാണ്? നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് നാം എൻ്റേതുകളെ എല്ലാം കൃത്യമായിട്ട് അറിയുന്നുണ്ട്. പക്ഷെ ഞാനിനെ അറിയുന്നില്ല. ഞാൻ ആരാണെന്നറിയാതെ എൻ്റെ ബന്ധുക്കളെ, എൻ്റെ മിത്രങ്ങളെ, എൻ്റേതുകളെ എല്ലാം അറിഞ്ഞിട്ട് ജീവിതം അവസാനിപ്പിക്കുന്നത് വളരെ കഷ്ടമാണ്, നഷ്ടമാണ് എന്ന് ഉപനിഷത്ത് ഋഷി പറയുന്നുണ്ട്. ഇഹ ഛേദവേദീത് അഥ സത്യമസ്തി ന ഛേദീഹ അവേദീത് മഹതീ വിനഷ്ടി. എൻ്റെ കുഞ്ഞേ, ഈ ലോകത്തിലിരിക്കെ സത്യമറിഞ്ഞാൽ അത് ശ്രേഷ്ഠം. സത്യമറിയാതെ പോയാൽ അത് മഹതീ വിനഷ്ടി, മഹത്തായ നഷ്ടമാണ്. ഇത് സത്യദർശിയായ ഋഷി നമ്മളോട് പറയുകയാണ്. സമയം കുറച്ചേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഇനി മേലിൽ ഇനി ഞാനിനെ കുറിച്ച് ആർക്കും സംശയം വരരുത്. ആർക്കും സംശയം വരരുത്. ആരാണ് ഈ ഞാൻ? ഞാൻ എൻ്റേതാണോ? ഞാൻ എൻ്റേതാണോ? എൻ്റെ കൂടെ ഞാനാണോ? അല്ല. എൻ്റെ വീട് ഞാനാണോ? എൻ്റെ മൊബൈൽ ഞാനാണോ? എൻ്റെ വാച്ച്, എൻ്റെ മാല? ഉറപ്പാണോ? സംശയമില്ല. ശ്രദ്ധിച്ച് കേട്ടിട്ടാണോ പറയുന്നത്? എൻ്റെ ചെരുപ്പ്, എൻ്റെ ബാഗ്, എൻ്റെ ബ്ലൗസ്, എൻ്റെ സാരി, എൻ്റെ കണ്ണട ഞാനാണോ? ആണോ? എൻ്റേതെന്ന് പറയുന്ന ഒന്നും ഞാനല്ല. ഉറപ്പാണോ? ശ്രദ്ധിച്ച് ചിന്തിച്ചിട്ട് പറയണം, തെറ്റു പറയരുത്. ഞാനല്ല? അല്ല. എൻ്റെ ശരീരം ഞാനാണോ? അല്ല. ഇപ്പൊ ഇവിടെ വന്നതാരാ? ഇപ്പൊ ഇവിടെ വന്ന് ഈ സത്രവേദിയിൽ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആരാ? ഞാൻ വന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ശരീരത്തിന്റെ ചലനത്തെ നമ്മൾ എന്ത് പറയുന്നു? ഞാൻ എന്നാണ് വ്യവഹരിക്കുന്നത്, അല്ലേ? ആണോ? പക്ഷെ എൻ്റെ ശരീരം ഞാനാണെന്ന ബുദ്ധിയിലാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഞാനിവിടെ ജീവിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ ശരീരം ഞാനാണ് എന്ന ദേഹാത്മബുദ്ധി. അതിനെ എന്ത് പറയും എന്ന് പറഞ്ഞാൽ ദേഹം ആത്മാവാണ് എന്നുള്ള ബുദ്ധിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഇനി ഈ ദേഹം എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ദേഹത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പറയണം. ഈ കാണാൻ കഴിയുന്ന ഒരു ശരീരമുണ്ട്. കാണാൻ കഴിയുന്ന ശരീരം. ഈ കാണാൻ കഴിയുന്ന ശരീരം എന്തൊക്കെ കൊണ്ട് നിർമ്മിച്ചതാ? പഞ്ചഭൂതങ്ങൾ. കുറച്ചുകൂടി നന്നായിട്ട് പറയുന്നതാണ് നല്ലത്. അസ്ഥി, മജ്ജ, മലം, മൂത്രം, രക്തം, അല്ലേ? അപ്പൊ ഈ ഇത്യാദികളുടെ സംഘാതം നിങ്ങളാണെന്നാണ് നിങ്ങൾ ധരിക്കുന്നത്. ശ്രീശങ്കര ഭഗവത്പാദരും ചട്ടമ്പി സ്വാമി തിരുവടികളും ശ്രീനാരായണ ഗുരുവിൻ തുടങ്ങി സത്യദർശികളായി എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, ഈ മാംസപിണ്ഡത്തെ ഞാനാണെന്ന് ധരിക്കുന്നതിൽ പരം വിഡ്ഢിത്തം വേറൊന്നുമില്ല. നമ്മുടെ വിചാരം എന്താ? എൻ്റെ ശരീരം ഞാനാണെന്നാ. അദ്വൈത ചിന്താ പദ്ധതിയിൽ ചട്ടമ്പി സ്വാമി തിരുവടികൾ പറയും, ഈ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ തടിച്ചു കൊഴുത്ത കാണാൻ കഴിയുന്ന ശരീരം നിങ്ങളുടെ മുന്നിൽ ഒരു കയറ് കെട്ടുന്നതായി ഭാവന ചെയ്ത്
ചെയ്ത് ഇതിൻ്റെ ഭാഗങ്ങളെ ഒന്ന് കെട്ടിത്തൂക്കിയിടുക. നിങ്ങളുടെ തന്നെ ശരീരം തന്നെ ഭാവന ചെയ്തോ, ഭയപ്പെടണ്ട. അദ്വൈത ചിന്താപദ്ധതി എന്ന കൃതിയിൽ പറയുന്നതാ. നിങ്ങളുടെ ഈ സ്ഥൂല ശരീരത്തിൻ്റെ അസ്ഥി കെട്ടിത്തൂക്കിയിടുന്നതായി ഭാവന ചെയ്യുക. മലവും മൂത്രവും രക്തവും മാംസവും ഒക്കെ ഒന്ന് കെട്ടിത്തൂക്കിയിടുന്ന ഒരു കയറ് വലിച്ചു കെട്ടി ഭാവന ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങളുടെ ഈ സ്ഥൂല ശരീരം ഒന്ന് കെട്ടിത്തൂക്കിയിടുന്നതായി ഭാവന ചെയ്യുക. എന്നിട്ടൊന്ന് നോക്കിക്കാണുക, അത് നിങ്ങളാണോ? ആണോ? ഈ സ്ഥൂല ശരീരം നമ്മളാണോ? ഇന്നേ നിമിഷം വരെ ഭൂരിപക്ഷം ആളുകളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തടിച്ചു കൊഴുത്ത ഈ ശരീരം ഞാനാണെന്ന രീതിയിലാണ്, അല്ലേ? ആണോ? ആണ്. അപ്പൊ എൻ്റെ ശരീരം ഞാൻ അല്ല. ഉറപ്പാണോ? ആണ്. സ്ഥൂല ശരീരത്തിനൊക്കെ നിർവചനം ശങ്കര ഭഗവത്പാദരൊക്കെ ഗംഭീരമായിട്ട് തന്നിട്ടുണ്ട്. ത്വങ് മാംസ രുധിര സ്നായു മേധോ മജ്ജാസ്തി സങ്കുലം മൂത്രം സ്ഥൂലം മൂത്രപുരീഷാഭ്യാം സ്ഥൂലം നിന്ദ്യമേതം വപുഹു. നിന്ദ്യമായിരിക്കുന്ന ഈ ശരീരത്തെ എൻ്റേതെന്ന് ധരിക്കുന്നു. അടുത്തത് സൂക്ഷ്മ ശരീരം. അതായത് ഈ സ്ഥൂല ശരീരത്തെ ചേഷ്ടിപ്പിക്കുന്ന ഒരു ശരീരമാണ് സൂക്ഷ്മ ശരീരം. നിങ്ങളുടെ വാഗേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അവിദ്യ, ഇതെല്ലാം കൂടി ചേരുന്ന പുര്യഷ്ടകമായിരിക്കുന്ന സൂക്ഷ്മ ശരീരം, അതും നിങ്ങളാണെന്നാണ് ധരിക്കുന്നത്. അതായത് എൻ്റെ ചിന്ത ഞാനാണെന്ന് ധരിക്കുന്നു. എന്താ പറഞ്ഞത്? എൻ്റെ ചിന്ത ഞാനാവുമോ? എൻ്റെ മനസ്സ് ഞാനാകുമോ? ഇല്ല. എൻ്റെ മനസ്സ് ഞാനല്ല, എൻ്റെ ബുദ്ധി ഞാനല്ല, എൻ്റെ പ്രാണൻ ഞാനല്ല. ശ്രദ്ധിച്ചു കേൾക്കണം. എൻ്റെ ചിന്ത ഞാനല്ല, എൻ്റെ മനസ്സ് ഞാനല്ല, എൻ്റെ പ്രാണൻ ഞാനല്ല. അല്ല. ഉറപ്പാണ്. ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ദുഃഖമുണ്ടോ? എന്തൊരു മനോഹരമായ പുഞ്ചിരിയോടുകൂടി അവനവൻ്റെ ദുഃഖത്തെ ഒന്ന് സ്മരിക്കുന്നു, അല്ലേ? ഇനി നമ്മൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തിനു വേണ്ടിയാണ് നമ്മൾ ദുഃഖിക്കുന്നത്? നമ്മൾ ദുഃഖിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ദുഃഖിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? ഞാൻ സ്വല്പം ഒന്ന് നിങ്ങൾക്ക് വേണ്ടി മാറി സഞ്ചരിക്കുന്നേ ഉള്ളൂ. ഞാൻ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ 3/4 മണിക്കൂർ കൊണ്ട് ഇതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. എങ്കിലും കഴിയുന്നത്ര നമുക്ക് സംവദിക്കാം. ഇവിടെ ഇരിക്കുന്നവർക്ക് ദുഃഖമുണ്ട് എങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ച് ഓർത്താണ് ദുഃഖിക്കുന്നത്? പറയൂ. ഭർത്താവിനെ കുറിച്ച് ഓർത്ത്. മാതാജിയെ പോലുള്ള സന്യാസിമാർക്ക് ഞങ്ങൾ ഗൃഹസ്ഥാശ്രമികളുടെ ദുഃഖം വല്ലതും മനസ്സിലാവുമോ? അല്ലേ? തലയൊക്കെ മുണ്ടനം ചെയ്തൊരു കാവി ഉടുത്ത് ആശ്രമങ്ങളിൽ ഇരിക്കുന്നവർക്ക് എന്ത് മനസ്സിലാകാനാ? എൻ്റെ സ്നേഹസ്വരൂപികളെ, സഹജാതരെ, ആത്മസ്വരൂപികളെ, ഏത് വസ്ത്രം ധരിച്ചാലും, ഏത് രുദ്രാക്ഷമണിഞ്ഞാലും, ഏത് തരത്തിൽ ഭസ്മചന്ദന ലേപനാദികൾ നടത്തിയാലും അതൊന്നും ജ്ഞാനത്തിൻ്റെ ലക്ഷണമല്ല. സന്യാസത്തിൻ്റെ ചിഹ്നങ്ങളായിരിക്കാം. ആ ചിഹ്നങ്ങളൊന്നും നിങ്ങൾക്ക് സമാധാനത്തെയോ സംതൃപ്തിയെയോ തരികയില്ല. നിങ്ങൾ ഒരു പക്ഷേ ഭർത്താവിനെ കുറിച്ചോർത്ത്, മക്കളെ കുറിച്ചോർത്ത്, ഭാവിയെ കുറിച്ചോർത്ത് ഒക്കെ ദുഃഖിക്കുന്നവരായിരിക്കും. ആണോ? അല്ലേ? ആണെന്ന് നിങ്ങൾ പറഞ്ഞു. ശ്രദ്ധിച്ചു കേട്ടിട്ട് ഇനി ഉത്തരം പറയണം. നാം ഇരിക്കുന്നത് തൃക്കയ്യിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ്. ആ സച്ചിദാനന്ദ സ്വരൂപന്റെ അനുഗ്രഹ കടാക്ഷം ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും പോകാനിരിക്കുന്നവരാണ്. ആരെ വഹിച്ചുകൊണ്ട് പോകാൻ? ആ ശ്രീകൃഷ്ണ പരമാത്മാവിനെ, ആ അനുഗ്രഹം പൂർണ്ണമായി ഏറ്റുവാങ്ങിക്കൊണ്ട് പോകാനിരിക്കുന്നവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഭർത്താവിനെ കുറിച്ച്, മക്കളെ കുറിച്ച്, നിങ്ങളുടെ ബന്ധുക്കളെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് കൊണ്ട് അവർക്ക് പ്രയോജനമുണ്ടോ? ഉറക്കെ പറയൂ. ഉറക്കെ. ശക്തിയില്ല. അതെ, നിങ്ങൾ അവരെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ? ഉറക്കെ. നിങ്ങൾക്കും പ്രയോജനമില്ല. ഇച്ചിരി പ്രയോജനമുണ്ട്. ഇല്ല. സ്വല്പം പോലും പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സ്വല്പം കുഴപ്പമുണ്ടാകും.
ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം കിട്ടും ദുഃഖിക്കുന്നത് കൊണ്ട്. ബ്ലഡ് പ്രഷർ, ഡയബറ്റിസ് എല്ലാം കിട്ടും. പ്രയോജനശൂന്യമായ കാര്യം ചെയ്യുന്നതിനുള്ള അവിവേകം, മൂഢത്വം നിങ്ങൾക്കുണ്ടോ? പ്രയോജനശൂന്യമായ കാര്യം ആരെങ്കിലും ചെയ്യുമോ? ദുഃഖിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രയോജനമില്ല, മറ്റുള്ളവർക്ക് പ്രയോജനമില്ലാത്ത കാര്യം ആരാ ചെയ്യുന്നത്? അവിവേകികള്. നിങ്ങൾ അവിവേകികളാണെന്ന് ഞാൻ സമ്മതിച്ചു തരില്ല. കാരണം ഈ സത്രവേദിയിലെടുത്തി ഭാഗവതത്തിന്റെ ജ്ഞാനം ഗ്രഹിച്ച് ജീവിതത്തെ ധന്യധന്യമാക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നവരാണ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു കാര്യം ശ്രവണം ചെയ്യാൻ കഴിഞ്ഞു: ദുഃഖിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഇല്ല. നിങ്ങൾ ദുഃഖിക്കുന്നത് നിങ്ങളുടെ ചിന്തകളെ കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ദുഃഖം തരുന്ന ഒരു കാര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഓർമ്മയായി കൊണ്ടുവന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ദുഃഖിക്കാം. അത് മറന്നിരിക്കുന്നതുകൊണ്ട് ദുഃഖിക്കുന്നില്ല അല്ലേ? നിങ്ങൾ ഓർത്താൽ ദുഃഖിക്കാം. അപ്പൊ ഓർത്താലേ ദുഃഖിക്കാൻ കഴിയൂ, നിങ്ങൾ തന്നെ ചിന്തിച്ചെങ്കിലേ ദുഃഖിക്കാൻ കഴിയൂ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ചിന്തകളെ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത്. അപ്പൊ നിങ്ങളുടെ ദുഃഖത്തിന് കാരണം പുറത്തുള്ളവരാണോ അതോ നിങ്ങളുടെ ചിന്തയാണോ? ആണോ? ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല. എല്ലാവർക്കും എല്ലാം അറിയാലോ. ചിന്തിച്ചാൽ നമ്മളുടെ ചിന്ത കൊണ്ട് മാത്രം നമുക്ക് ദുഃഖിക്കാം അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്ന് തൊട്ട് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ദുഃഖിതയായി അല്ലെങ്കിൽ ദുഃഖം പൂണ്ട് ജീവിക്കുന്നു എന്നുള്ളതിന് ഉത്തരം നമുക്ക് കിട്ടും. ആവർത്തിച്ച് ചിന്തിച്ചാണ് നാം ദുഃഖിക്കുന്നത്. ഇങ്ങനെ ദുഃഖിക്കുന്നത് നമ്മളുടെ ശീലമായി മാറിപ്പോയി. എന്തായി മാറിപ്പോയി? ശീലമായി മാറിപ്പോയി. ശീലത്തിന് എന്താ നമ്മൾ പറയുക? ഹാബിറ്റ് അല്ലേ? ഹൗ ഡു യു ഡെവലപ്പ് എ ഹാബിറ്റ്? എങ്ങനെയാ ഒരു ശീലം വളർത്തിയെടുക്കുന്നത്? ആവർത്തിച്ച് ചെയ്യുന്നത് വഴി ഒരു ശീലം വളർത്തിയെടുക്കുക ചെയ്യുന്നത് അല്ലേ? യു ഡെവലപ്പ് എ ഹാബിറ്റ് ബൈ റിപ്പീറ്റഡ്ലി ഡൂയിങ് ഇറ്റ്. അത് ആവർത്തിച്ച് ചെയ്താൽ അതൊരു ശീലമായി മാറും. അപ്പൊ ദുഃഖിക്കുക എന്നുള്ളത് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിച്ച് ഉണ്ടാക്കിയതായതിനാൽ ആവർത്തിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്ന ശീലത്തിൽ നിന്നും മോചനം നേടണമെങ്കിൽ ചിന്തിക്കുന്നത് കൊണ്ട് ദുഃഖിക്കുന്നത് കൊണ്ട് തനിക്കും അന്യനും പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും മോചനം നേടണം. വേണ്ടേ? അപ്പൊ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അനുഗ്രഹ കടാക്ഷത്താൽ ഈ സത്രവേദിയിൽ ഇരുന്നു കൊണ്ട് ഒരു ദൃഢപ്രതിജ്ഞ ആ പരമ്പൊരുളിന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിക്കൂ. ഇന്ന് മുതൽ ഞാൻ ദുഃഖിക്കില്ല. ദുഃഖിക്കുന്നതുകൊണ്ട് എനിക്കോ അന്യനോ പ്രയോജനമില്ല. മാത്രവുമല്ല, സ്നേഹസ്വരൂപികളാണ് നിങ്ങൾ. എൻ്റെ ചിന്ത ഞാൻ അല്ല. എന്താ പറഞ്ഞത്? എൻ്റെ ചിന്ത ഞാൻ അല്ല. ഇവിടെ ചിന്ത എന്താണ്? ചിന്ത എങ്ങനെ നിലനിൽക്കുന്നു? ചിന്ത കൊണ്ട് എങ്ങനെയാണ് വസ്തുക്കൾ ഉണ്ടാകുന്നത്? അതാണ് ഈ ശ്ലോകത്തിൽ അഹമേവാസമേവാഗ്രേ നാന്യത് സദസത്പരം പശ്ചാദഹം യദേതശയോവശിഷ്യേത സോസ്മ്യഹം അഹം സ അസ്മി. അഗ്രേ അഹം ഏവ, ആദിയിൽ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആവർത്തിച്ചു പറയാമോ? എൻ്റെ ചിന്ത ഞാനല്ല. പറയൂ. ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് മന്ത്രം പോലെ പറയണം, എൻ്റെ ദുഃഖം ഞാനല്ല. നിങ്ങൾ ദുഃഖിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ സമൂഹത്തിലും ഒരു ദ്രോഹം ചെയ്യുന്നവരായിരിക്കും. എന്തുകൊണ്ടെന്നറിയുമോ? ഈ ചിന്ത നമ്മളുടെ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ ചിന്ത സമൂഹത്തിലേക്ക്, യൂണിവേഴ്സൽ മൈൻഡിലേക്ക് അത് വ്യാപരിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ മൈൻഡിലേക്ക് എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തിൻ്റെ ഉപബോധ മനസ്സിൽ നിക്ഷേപിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പ്രപഞ്ചത്തിൻ്റെ ഊർജ തരംഗ സ്പന്ദനത്തിന് വ്യതിയാനം സൃഷ്ടിച്ച് പ്രകൃതിക്ഷോഭം പോലെ ഉണ്ടാക്കുന്നതിന് കാരണം നമ്മളുടെ പാടില്ലാത്ത ചിന്തകളാണ്. സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും മറ്റ് ശാസ്ത്രജ്ഞന്മാരും ഒക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള പരമമായ സത്യമാണ്, നമ്മൾ നല്ല ചിന്തകൾ അല്ലേ,
ഋഗ്വേദമൊക്കെ എന്താണ് പറയുന്നത്? ആനോ ഭദ്രാഹ ക്രതവോ യന്തു വിശ്വതഃ മേ നോബിൾ തോട്ട്സ് ഫ്രം ഓൾ ഡിറക്ഷൻസ് കം ടു മീ. എല്ലാ വശത്തു നിന്നും മഹത്തായ ഉദാത്തമായ ചിന്തകൾ തൻ്റെ ഉള്ളിലേക്ക് വന്ന് നിറയട്ടെ. അല്ലേ? നമ്മളുടെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം? സച്ചിന്തകൾ. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും വെറുപ്പുണ്ടോ? ആർക്കെങ്കിലും മത്സരമുണ്ടോ? അസൂയയുണ്ടോ? അതുകൊണ്ട് എന്താണ് പ്രയോജനം? നിങ്ങൾക്ക് സ്വസ്ഥതയെ നൽകുമോ? ഉറക്ക ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ ചിന്ത ഈ വിശ്വത്തിന്റെ വ്യാപകത്വത്തിൽ നിറഞ്ഞു വിളങ്ങുമാറ് നിങ്ങൾ ചിന്തിക്കണം. സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ, എൻ്റെ ഉള്ളിൽ വെറുപ്പിന്റെ ലവലേശം വരാൻ അനുവദിക്കരുതേ. എനിക്ക് ആരോടും ഒരു വെറുപ്പും ഉണ്ടാകരുത്. കാരണം കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയമെന്നോർക്ക സമസ്തം. ഇവിടെ ആരാരെ വെറുക്കാൻ, ആരോട് മത്സരിക്കാൻ? എല്ലാം ഈശ്വര സ്വരൂപമാണെന്ന് കണ്ട് അറിഞ്ഞ് സ്നേഹിക്കണം. ഞാൻ എത്ര കാലമായിട്ട് ഭഗവാനെ ഇങ്ങനെ വിളിക്കുക, എന്നിട്ടും ഈ ഭഗവാൻ എന്നോടിങ്ങനെ ചെയ്തല്ലോ. ഇങ്ങനെ പറയില്ല. അമ്മയൊക്കെ ഇരുന്ന് ചിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ഭഗവാനോട് പരിഭവം പറയും അല്ലേ? ഒരിടത്ത് വളരെ വലിയ ഒരു ധനികനുണ്ടായിരുന്നു. ആ ധനികനായ ആ വ്യക്തി തൻ്റെ സ്വന്തം കപ്പലിൽ ഒരു സമുദ്ര സവാരി നടത്താമെന്നും പറഞ്ഞ് അദ്ദേഹം ആ സവാരി ആരംഭിച്ചു. സവാരി ആരംഭിച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നതും അതിശക്തമായ കാറ്റും കോളും മഴയുമൊക്കെ വന്ന് ആ കപ്പലിൻ്റെ ദിശ തെറ്റി ഒരു ദ്വീപിൽ ചെന്നടുത്തു. അദ്ദേഹം വലിയൊരു ഭക്തനായിരുന്നു. ദ്വീപിൽ ചെന്നടുത്ത് അദ്ദേഹം നോക്കിയപ്പോഴതാ അവിടെയെങ്ങും ജനവാസമില്ല. ജനവാസമില്ലാത്ത ഒരു ദ്വീപില്, ഭക്ഷിക്കാൻ അന്നം പോലും ലഭിക്കാത്ത ഒരു സ്ഥലത്ത് അയാൾ എത്തപ്പെട്ടു. അയാൾ ചിന്തിച്ചു, ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഇത്രയും കാലം എനിക്കെല്ലാം തന്ന് എന്നെ സ്നേഹിച്ചിരുന്ന ഭഗവാൻ എന്നെ കൈവെടിഞ്ഞുവോ? ഭഗവാൻ എങ്കിലും എന്നോടിങ്ങനെ ചെയ്തു കളഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച് അവിടെ നോക്കിയപ്പോൾ കഴിക്കാനൊന്നുമില്ല. കുറച്ചുകൂടി മുന്നിലോട്ട് ചെന്നപ്പോൾ ഒരു വനം കണ്ടു. അവിടെ കിട്ടിയ കായ്കനികളും ഫലമൂലാദികളും ഒക്കെ എടുത്ത് ഭക്ഷിക്കുവാൻ തുടങ്ങി. എവിടെ താമസിക്കും? താമസിക്കാൻ ഇടമില്ല. അവിടെ ഉണ്ടായിരുന്ന മുളകളൊക്കെ പറിച്ചെടുത്ത് അദ്ദേഹം ഒരു ചെറിയ കുടില് പോലെ ഉണ്ടാക്കി. കുടിലിൽ കിടന്നുറങ്ങാൻ നേരം ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഇത്രയും നാള് നിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് നീ എന്തിനെനിക്ക് ഈ ഗതി വരുത്തി? ഞാൻ ഇഷ്ടം പോലെ സമ്പാദിച്ചിട്ടുണ്ട്, വളരെ വലിയൊരു ധനികൻ, പക്ഷെ ഭക്തനും. എന്തിനെനിക്ക് ഈ ഗതി വരുത്തി എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ട് കിടന്നുറങ്ങിയപ്പോൾ രാത്രിയിൽ ശരീരം ചൂടാകുന്നത് പോലെ തോന്നി. അപ്പോൾ അതാ ആ കുടിലും അഗ്നിക്കിരയായി, ഉള്ള മുളയും പോയി. രാവിലെ വിചാരിച്ചു, ദൈവമേ, ഉള്ള മുളയെല്ലാം എടുത്തു വെച്ച് കെട്ടിയ കുടിലും നഷ്ടമായി. നേരം വെളുത്തു. അദ്ദേഹം നോക്കി, ഒരു കപ്പൽ ഈ ദ്വീപിനടുത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു. അതിൽ നിന്നും ഒരു നാവികൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇദ്ദേഹത്തെ കണ്ടതും അവർ പരസ്പരം സമാശ്ലേഷിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എങ്ങനെയാണ് ഇവിടേക്ക് വന്നത്? അത് ഇന്നലെ രാത്രിയിൽ ഇവിടെ ആരോ അഗ്നി കൂട്ടിയിട്ട് രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുകയാണ് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല സഹോദരാ, എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ഭഗവാൻ നൽകിയ പ്രേരണയാലാണ് ഞാൻ ഇങ്ങോട്ട് ഈ കപ്പൽ കൊണ്ടുവന്നത്. അങ്ങയ്ക്ക് അങ്ങയുടെ ഉള്ളിലിരുന്ന് ഭഗവാൻ നൽകിയ പ്രേരണയാലാണ് അങ്ങയ്ക്ക് കുടിലുണ്ടാക്കാൻ കഴിഞ്ഞത്. ആ ഭഗവത് ശക്തിയാലാണ് അത് അഗ്നിക്കിരയായത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുമ്പോൾ, പാളിച്ചകൾ വരുമ്പോൾ, അപ്പോഴൊക്കെ ഭഗവാനെ നീ എനിക്ക് എന്തിനിത് വരുത്തി എന്ന് പറയുന്ന ഒരു രീതിയുണ്ട് എങ്കിൽ നാം അത് അവസാനിപ്പിക്കുക. വളരെ മഹത്തായ
ആ ആനന്ദത്തിന്റെ ഉറവിടം നമുക്ക് കാട്ടിത്തരുന്നതിന് സദാ സന്നദ്ധനായി ഹൃദയാന്തര്യാമിയായി നമ്മിൽ കുടികൊള്ളുന്നുണ്ട്. ഇവിടെ ഇരുന്ന് നമ്മളെ കേൾപ്പിക്കുന്നത് ആ ഭഗവാനാണ്. ആ ഭഗവാൻ സർവത്ര പൂർണ്ണമാണ്. ആ ചൈതന്യത്തെ നിരന്തരം അനുസന്ധാനം ചെയ്യുന്നതാണ് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞത്. അതിനുവേണ്ടി എൻ്റെ ചിന്ത ഞാനല്ല എന്ന് മനസ്സിലാക്കി എല്ലാ ഭയങ്ങളും, എല്ലാ ഉത്കണ്ഠകളും, എല്ലാ അഷ്ടരാഗങ്ങളും ദൂരെ വലിച്ചെറിയാൻ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ധന്യാത്മാക്കൾക്കും കഴിയണം. ഓരോ ദിനവും ആരംഭിക്കുമ്പോൾ നാം നടത്തുന്ന പ്രാർത്ഥന എന്നാണ്, ഭഗവാനെ എനിക്കത് തരണേ, എനിക്കിത് തരണേ, അല്ലേ? എൻ്റെ വീട്ടിലേക്ക് എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹൃദയം കൊണ്ടുള്ള പ്രാർത്ഥനയല്ല. മൈക്കെടുത്ത് വെച്ച് നല്ല ഘോര അധരവ്യായാമം നടത്താൻ നമുക്ക് കഴിവുണ്ട്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അത് നമ്മളുടെ ഹൃദയ സ്പന്ദനമായി മാറണം. സർവേ ഭവന്തു സുഖിനഃ, എല്ലാവരും സുഖികളായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കാരണം ഞാൻ എന്നത് ചിന്താരഹിതമായ സത്യമാണ്. നമ്മളിൽ ചിന്തകളിൽ പെട്ടിരിക്കുന്നതിനാൽ അഷ്ടരാഗബദ്ധരാണ്. അഷ്ടരാഗം എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മോഹം, പറയൂ, ഉറക്കെ പറയൂ, മതം, മത്സരം, ഡംബ്, അസൂയ. എന്തെങ്കിലും പ്രയോജനമുണ്ടോ എൻ്റെ സ്നേഹസ്വരൂപികളെ? പ്രയോജനമുണ്ടോ? അതുകൊണ്ട് ആ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന, അദ്വയ സ്വരൂപനായിരിക്കുന്ന നിരാമയ ബോധത്തെ അനുധ്യാനം ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അഷ്ടരാഗത്തിൻ്റെയോ അഹന്തയുടെയോ ലവലേശം എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരരുത് എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ചിന്ത, എൻ്റെ സങ്കല്പം ഞാനല്ല എന്ന് തിരിച്ചറിയുന്നതിനുള്ള ഉദാഹരണം നമുക്ക് ഒരു ഉദാഹരണത്തിൽ കൂടി നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ഈ പ്രപഞ്ചമായി വിരാജിക്കുന്നത് കാരണമായിരിക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ്, പരമകാരണമായിരിക്കുന്ന ബ്രഹ്മം. നിങ്ങളും ഞാനും ഈ കാണുന്ന ജീവനില്ലാത്ത ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സകലതും അരൂപമായ സത്യമാണ്. എന്താണ്? അയ്യോ, നല്ല ശ്രദ്ധാലുക്കളായ ധന്യാത്മാക്കളാണ് ഈ സത്രവേദിയിൽ സാന്നിധ്യം ചെയ്തിരിക്കുന്നത്. അരൂപമായ ആ അനന്ത സത്യത്തെയാണ് രൂപസഹിതമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടം, കലം, ചട്ടി, ചെടിച്ചട്ടി തുടങ്ങി പലതും നിങ്ങൾ കാണുമ്പോൾ മണ്ണിൽ നിന്ന് വ്യതിരിക്തമായി പുതിയ വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം, അല്ലേ? കുടം, കലം, ചട്ടി ഇവയ്ക്ക് പ്രാധാന്യം നൽകുന്നവർ മണ്ണിനെ മറക്കുന്നു. എന്താ പറഞ്ഞത്? കുടം, കലം, ചട്ടി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നവർ മണ്ണിനെ കാണുന്നവർ കുടവും കലവും ചട്ടിയും ഒന്നുമല്ല കാണുന്നത്, അവർ കാണുന്നത് മണ്ണാണ്. സ്വർണത്തിന്റെ വിവിധ ആഭരണങ്ങൾ, മാല, വള, കമ്മൽ, മോതിരം ഇവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാണുന്നവർ സ്വർണത്തെ മറന്നിട്ട് ആഭരണത്തെ കാണുന്നു. യഥാർത്ഥത്തിൽ ഉള്ളത് എന്ത് മാത്രമാണ്? സ്വർണം. തിര, ചുഴി, കുമിള എന്നിങ്ങനെ പല വ്യത്യസ്ത രൂപങ്ങൾ നിങ്ങൾ സമുദ്രത്തിൽ കണ്ടേക്കാം. തിരയും അലയും ചുഴിയും കുമിളയും എല്ലാം എന്തുമാത്രമാണ്? ജലം മാത്രമാണ്. തിരയെ കണ്ടു ജലത്തെ മറന്നാൽ, തിരയെ കണ്ട് ജലത്തെ മറന്നാൽ തിരിയാ ജലമൊരു കാലത്തും. തിരയെ കണ്ട് ജലത്തെ മറന്നാൽ
തിരിയാ ജലമൊരു കാലത്തും തിരയും ജലവും ഒന്നെന്നറിയുന്ന, തിരയും ജലവും ഒന്നെന്നറിയുന്ന അറിവിൽ തെരയൂ ദ്വൈതത്തെ. ഇതെന്റെ ഗുരുനാഥൻ ബ്രഹ്മശ്രീ ശാന്താനന്ദ മഹർഷിയുടെ പൂർണ്ണാനുഭൂതി എന്ന കൃതിയിലെ വരികളാണ്. തിരയും ജലവും വേറായി കാണുന്നില്ല. സത്യസ്വരൂപികളെ, ആ അദ്വയമായ പ്രകാശം തന്നെ നിങ്ങൾക്ക് മാനായി, മീനായി, മനുഷ്യനായി, മലയായി, മാടായി തോന്നുന്നു. ഇലയും പുല്ലും പുഴുവും പൂവും പൂമ്പാറ്റയും ആ അദ്വയ പ്രകാശമാണ്. ഞാനും നീയുമെന്നുള്ള ഭേദം അസത്യഭ്രമത്താൽ, അജ്ഞാനത്താൽ തോന്നുന്നതാണ്. ഇവിടെ വന്നത് ശരീരമാണ്, ഞാനല്ല വന്നത്. പോകുന്നതും ശരീരമാണ്. എൻ്റെ ചിന്തയ്ക്ക് മുമ്പേ ഉള്ളത് ചിന്താരഹിതമായ സത്യമാണ്. കുടം, കലം, ചട്ടി എന്നുള്ള കൽപ്പനകൾ കേൾക്കുന്നുണ്ടോ? കുടം, കലം, ചട്ടി എന്നുള്ള സങ്കല്പങ്ങൾ, കൽപ്പനകൾ നിങ്ങൾ ചേർത്തു വെച്ചപ്പോൾ മണ്ണിനെ മറന്നതുപോലെ. എന്തിനെ മറന്നു? കറക്റ്റ്. അദ്വയമായ, അഖണ്ഡമായ, അശബ്ദമായ ഞാനിൽ ഭാഗിക്കാൻ കഴിയാത്ത, രണ്ടില്ലാത്ത, രണ്ടല്ലാത്ത, ഏകമായിരിക്കുന്ന ആ സച്ചിദാനന്ദ പരിപൂർണതയിൽ പ്രഥമ ശബ്ദമായി ഞാനെന്ന് സ്പന്ദിച്ച് ചിന്തകളെ, കൽപ്പനകളെ ചേർത്തു വെച്ചപ്പോൾ പ്രപഞ്ചത്തെ ദ്വൈതമായി അനുഭവിച്ചു. ഞാനില്ല, നീയും അതുപോലില്ല. ഞാനില്ല, നീയും അതുപോലില്ല. അല്ലുപകലാലംബമില്ലുലകവും ഭീയില്ലതെല്ലും അകമേയില്ല. ഖേദ സുഖ ലാഭക്ഷയങ്ങൾ തുലനം. മേലില്ല ദുശ്ചലനം, ആലില്ല കീഴുകൃത കൃത്യങ്ങളറ്റ നിലയിൽ. സ്ഥൂലം ജഡത്തിൽ അഭിമാനമില്ല. സ്ഥൂലം ജഡത്തിൽ അഭിമാനമില്ല. ഈ ജഡം ഞാനാണെന്നുള്ള അഭിമാനമില്ല. ഈ കൽപ്പനകൾ അസത്യമാണ് എന്ന് മനസ്സിലായി. കലത്തിൽ കലം എന്ന ശബ്ദമുണ്ടോ? ഉണ്ടോ? കലം പറഞ്ഞു അത് കലമാണെന്ന്. ആ ശബ്ദം ആരാണ് അതിൽ ചേർത്ത് വെച്ചത്? നമ്മൾ ചിന്താരൂപത്തിൽ ചേർത്ത് വെച്ചു. ഉള്ളത് എന്ത് മാത്രമാണ്? ആണോ? അതുപോലെ ആദ്യം പറഞ്ഞ തത്സ്വരൂപം, ത്വം തദസി എന്ന് പറഞ്ഞ ആ തത്സ്വരൂപം, അതെന്നോ ഇതെന്നോ പറയാൻ കഴിയാത്ത അദ്വയമായിരിക്കുന്ന, ഉണ്ടായി നശിക്കാത്ത, കാലാതീതമായിരിക്കുന്ന ആ അദ്വയ പ്രകാശം നിങ്ങളാണ്. നിങ്ങളുടെ സ്വരൂപം അതാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളല്ല, നിങ്ങളുടെ ചിന്ത നിങ്ങളല്ല, നിങ്ങളുടെ പ്രാണൻ നിങ്ങളല്ല. പിന്നെയോ ഞാനെന്നോ നീയെന്നോ പറയാൻ കഴിയാത്ത ശബ്ദത്തിന് മുമ്പേയുള്ള ശബ്ദരഹിതമായിരിക്കുന്ന അശബ്ദമാണ് സ്വരൂപം. അശബ്ദം ബ്രഹ്മ. എന്താ പറഞ്ഞത്? ഋഷി സത്യദർശി പറഞ്ഞതാണ്. ഇതൊന്നും പറയാനുള്ളതല്ല, ആരെയും ബോധ്യപ്പെടുത്താനുള്ളതല്ല. നമ്മൾ പറയും, ജ്ഞാനപ്പാനെ എടുത്തു വെച്ച് നന്നായിട്ട് പറയും, 4 നാളേക്കുള്ള ഒരു ഈ ലോകവാസത്തിൽ ആരോട് തമ്മിൽ പിണങ്ങാനൊക്കെ എൻ്റെ ഗുരുനാഥനും പാടിയിട്ടുണ്ട്. ജ്ഞാനപ്പാന മുഴുവൻ അതാണ്. എൻ്റേതായിട്ട് ഇവിടെ ഒന്നുമില്ല, ഒന്നും കൊണ്ടുപോകത്തില്ല. സത്യമാണോ ഈ പറയുന്നത്? ഒന്നുമില്ല. എവിടോട്ടാ പോകാൻ പോകുന്നത്? ഒന്നുമില്ല എന്ന് നമ്മൾ പറയാ. എന്തിനാ അങ്ങനെ പറയുന്നത്? ഭഗവാന്റെ ഫോട്ടോ എടുത്തു വെച്ച് എല്ലാം ഭഗവാനെ പഠിപ്പിക്കുക. പോകുന്ന നേരത്ത് വസ്ത്രം കൊണ്ടുപോകില്ല. കൊണ്ടുപോകോ? പക്ഷെ അങ്ങനെ ഒരു യാത്രയുണ്ടോ? അങ്ങനെ ഒരു യാത്രയുണ്ടോ? ഉണ്ട്. ഇപ്പൊ ഈ മുറിയിൽ നിന്നും അവിടുത്തെ മുറിയിലേക്ക് ഞാൻ നടന്ന് നീങ്ങുകയാണ് എങ്കിൽ ഞാൻ മാറുന്നുണ്ടോ? ഞാൻ മാറുന്നില്ലല്ലോ.
ഇതേ ഞാൻ തന്നെ ആ മുറിയിലേക്ക് പ്രവേശിക്കും. അതുപോലെയാണ് മരണവും ജനനവും. ഈ ഹാളിൽ നിന്നും ഞാൻ നടന്നു നീങ്ങി ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ മുറിയിൽ നിന്നും മറ്റൊരു മുറിയിലേക്ക് പ്രവേശിക്കുന്നത് പോലെ ജീവൻ ഈ ശരീരം വിട്ട് മറ്റൊരു ശരീരത്തെ സ്വീകരിക്കുന്നു. നമ്മൾ മാറുന്നില്ല. നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ടും ഇവിടുന്ന് കൊണ്ടുപോകില്ല. SBI, യെസ് ബാങ്ക്, കാനറ ബാങ്ക്, നോട്ട് ഈവൻ ഫ്രം എ സിംഗിൾ ഷെഡ്യൂൾ ബാങ്ക് വി ക്യാൻ ടേക്ക് അവർ അക്കൗണ്ട് അലോങ് വിത്ത് us. നമ്മളുടെ ഒരു അക്കൗണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. Then what are we going to take? എന്താ നമ്മൾ എടുക്കാൻ പോകുന്നത്? നമ്മളുടെ സൂക്ഷ്മ ശരീരം ഈ ശരീരം വിട്ട് അടുത്ത ശരീരം സ്വീകരിക്കുമ്പോൾ നമ്മൾ ചെയ്ത പുണ്യ കർമ്മങ്ങളുടെ ഫലം. അവിടെ ചായ മേടിച്ചു കൊടുക്കണമെങ്കിൽ പൈസ ഇല്ലെങ്കിൽ പറ്റില്ല. ആ പൈസ എന്ന് പറയുന്നത് നമ്മളുടെ പുണ്യമാണ്. എന്താണ് പുണ്യം? പാപസഞ്ചയം അധികരിച്ചിരിക്കുമെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവഗതി, പുണ്യസഞ്ചയം അധികരിച്ചിരിക്കുമെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവഗതി. ജാതസ്യ ഹി ധ്രുവോ മൃത്യും ധ്രുവം ജന്മ മൃതസ്യ ച പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം. ഇതൊന്നും അധര വ്യായാമം നടത്തരുത്. ഹൃദയം കൊണ്ട് പഠിക്കണം, ഗ്രഹിക്കണം, അറിയണം. അതനുസരിച്ച് ഏകത്വ ദർശനത്തിൻ്റെ ആ സനാതനമായ സൗന്ദര്യം നമ്മളുടെ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് സനാതന ധർമ്മ പ്രചാരകരായി മാറി മാനവ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ഋഷിവചനം നമുക്ക് ഹൃദയത്തിൽ തെളിയും. കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ. കൽപ്പനയ്ക്ക് മുമ്പേയുള്ള ചിത്പുരുഷനാണ് നീ. കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ. നിന്റെ സ്വരൂപം കൽപ്പനാരഹിതമായിരിക്കുന്ന, ശബ്ദരഹിതമായിരിക്കുന്ന, ചിന്താരഹിതമായിരിക്കുന്ന ബോധമാണ്. തൃക്കൈയിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ ഇരിക്കുന്ന, ഇപ്പോൾ ഇത് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും ഇനിമേലിൽ ദുഃഖിക്കരുത്. ദുഃഖിക്കരുത്. അത് ശീലമാക്കി നാം വഹിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശീലത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമം ഈ തിരുസന്നിധിയിൽ നിന്ന് ആരംഭിക്കണം. കാരണം ചിന്താരഹിതമായിരിക്കുന്ന ചിന്തയ്ക്ക് മുമ്പേയുള്ള ബോധമാണ് ഞാൻ. അല്ലേ? ആണോ? അതെ. എൻ്റെ ചിന്ത ഉറക്കെ പറയൂ. ഞാൻ ഉറക്കെ പറയൂ. എൻ്റെ ചിന്ത ഞാൻ അല്ല. എൻ്റെ ആശയം ഞാൻ അല്ല. എൻ്റെ മനസ്സ് ഞാൻ അല്ല. മനസ്സെന്ന് പറയുന്ന വികാര വിചാരങ്ങളോ അല്ലേ, ആകുലതകളോ ഭയമോ എന്നിലില്ല. ഞാൻ അദ്വയ പ്രകാശമാണ്. അജ്ഞാനത്താൽ അവിദ്യാവശകനായി കാമപരവശനായി സ്വാർത്ഥ താല്പര്യ പൂർത്തീകരണത്തിന് വേണ്ടി എത്രയോ ജന്മങ്ങൾ നഷ്ടമാക്കി കഴിഞ്ഞു. ഇനിയും നഷ്ടമാക്കരുത്. അരനിമിഷം ബദ. എന്നെ പഠിപ്പിക്കുകയാണോ അതോ ഗുരുവായൂരപ്പനെ പഠിപ്പിക്കുകയാണോ? ആരെയായി പഠിപ്പിക്കുന്നത്? നമുക്ക് അരനിമിഷം പോലും ഈ അദ്വയ ബോധ ധ്യാന അനുഭൂതിയിൽ നിന്ന് വ്യതിരിക്തരായി ജീവിതം നയിക്കരുത്. അതുകൊണ്ട് പൂർണ്ണാനുഭൂതി എന്ന ഗ്രന്ഥത്തില് ബ്രഹ്മശ്രീ ശാന്താനന്ദഗിരി സ്വാമി പറയുന്നു, കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ, കൽപ്പിക്കുമ്പോഴൽപജ്ഞൻ. കൽപ്പനയറ്റൊരു ചിത്പുരുഷൻ നീ, കൽപ്പിക്കുമ്പോഴൽപജ്ഞൻ. തത്പദസാരം, നമ്മൾ ആദ്യം പറഞ്ഞില്ലേ തത്പദം, തത്പദസാരം അറിഞ്ഞു വികൽപ്പം നിൽപ്പില്ലെങ്കിൽ സർവജ്ഞൻ. നീ ആ തത്പദസാരം അറിഞ്ഞ് വികൽപ്പങ്ങളെ ഒഴിവാക്കി ഹൃദയംഗമമായി പരമമായ സത്യത്തെ അറിഞ്ഞ് ഞാൻ അദ്വയ സനാതന സത്യമാണ്, ആദിയിലും ഞാനുണ്ട്, ശരീരത്തിന് മുമ്പിലും ഞാനുണ്ട്, ശരീരമുള്ളപ്പോഴും ഞാനുണ്ട്, ശരീരമില്ലാതായാലും ആരുണ്ട്? ഞാൻ ഉണ്ട്. ഞാൻ ജനിച്ചവനല്ല, ഞാൻ മരിക്കുന്നവനല്ല. ഈ പ്രപഞ്ചത്തിന് മുന്നേ ആരുണ്ട്? ഞാൻ അദ്വയ പ്രകാശമായി, ബ്രഹ്മമായി, അദ്വയ സത്യമായി ഞാൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തനിക്ക് വരുന്ന ദുഃഖങ്ങളൊക്കെ ഒന്ന് വീഴുമ്പോൾ ഭഗവാനെ വിളിച്ചിരുന്ന എന്നിനെ എന്താ ഇങ്ങനെ വീഴ്ത്തിയത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ
വീഴുമ്പോഴല്ലേ അയ്യോ ദൈവമേ എന്ന് വിളിക്കുള്ളൂ, അല്ലേ? അപ്പൊ ആ വീഴ്ത്തിയത് പോലും ഭഗവത് സ്മരണയ്ക്ക് വേണ്ടി എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഏത് വിപരീതാനുഭവങ്ങളും നന്മയ്ക്ക് വേണ്ടി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം സർവത്ര നമ്മളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ഞാൻ അശബ്ദമായിരിക്കുന്ന ബോധമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അഷ്ടരാഗരഹിതനായി അഹന്താരഹിതനായി ജീവിക്കുമ്പോൾ നമുക്ക് ഈ സത്യം ബോധ്യമാകും. ഇതുവരെ നമ്മൾ പറയുന്നത് ഞാൻ പറയുന്നു, ഞാൻ ചെയ്യുന്നു, ഞാൻ കേൾക്കുന്നു എന്നല്ലേ? കണ്ണ് സ്വയം കാണുമോ? കണ്ണ് സ്വയം കാണുമോ? ഇല്ല. കണ്ണിനെ കാണിക്കുന്നത് മനസ്സാണ്. അപ്പൊ കണ്ണ്, ഈ പ്രപഞ്ചത്തെ കാണുന്നതിന് കാര്യമായിരിക്കുന്നത് കണ്ണാണ്, അല്ലേ? കണ്ണ് പ്രവർത്തിക്കുന്നതിന് കാരണം എന്താണ്? മനസ്സ്. അപ്പൊ മനസ്സ് കാരണമായി. മനസ്സ് പ്രവർത്തിക്കുന്നതിന് കാരണം എന്താണ്? ബുദ്ധി. അപ്പൊ ബുദ്ധി കാരണമായപ്പോൾ മനസ്സ് കാര്യമായി. ബുദ്ധി നിലനിൽക്കുന്നതിന് കാരണം എന്താണ്? പ്രാണനും ഞാനും. ആ പ്രാണനും ഞാൻ എന്ന ജീവ അഹന്തയും നിലനിൽക്കുന്നതിന് കാരണം എന്താണ്? ഞാൻ എന്ന ജീവ അഹന്ത പ്രതിച്ഛായയായി വിരാജിക്കുമ്പോൾ ആ പ്രതിബിംബിത ചൈതന്യത്തിനും ആധാരമായി ഞാൻ എന്ന ശബ്ദം ഇല്ലാതെ, ഞാനിന്റെ കാരണം എന്താണ്? ഞാൻ എന്ന ശബ്ദമില്ലാതെ അതിനങ്ങേപ്പുറത്ത് അശബ്ദമായി, അദ്വയമായി, അഖണ്ഡമായി ആ ആനന്ദം വിരാജിക്കുന്നുണ്ട്. ആ ആനന്ദമാണ് കണ്ണിന് കാഴ്ച നൽകുന്നത്. ആ ആനന്ദമാണ് കാതിന് കേൾവി ശക്തി നൽകുന്നത്, അല്ലേ? ആണോ? അതെ. അപ്പൊ ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ പോലും അത് തെറ്റാണ്. ഞാൻ സംവദിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അഹന്താരഹിതമായി കർമ്മം ചെയ്യുന്നതിന് കർമ്മയോഗം എന്ന് പറയും. അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ ഭഗവാൻ തന്നെ നമ്മളിലൂടെ പ്രവഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ഭഗവാൻ തന്നെ വാക്കായി വിരാജിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ സർവത്ര പൂർണ്ണമായിരിക്കുന്ന അവസ്ഥയെ തിരിച്ചറിയുന്നതിന് എൻ്റെ ഗുരുനാഥൻ പറയും, ഒരു സാധന പോലെ പറയുകയാണ്, എൻ്റെ ചിന്തയിൽ ഭാസിച്ചിടുന്നതാം അന്തമറ്റ പ്രകാശ സ്വരൂപമേ, എൻ്റെ ചിന്തയിൽ ഭാസിച്ചിടുന്നതാം അന്തമറ്റ പ്രകാശ സ്വരൂപമേ, നിൻ തിരുവുരു ആകുന്നു ലോകമെന്നന്തരംഗത്തിൽ മായാതെ തോന്നണം. നിന്റെ തിരുവുരു തന്നെയാണ് ഈ നാമരൂപ പ്രപഞ്ചമായി ഭാസിക്കുന്നതെന്ന് എൻ്റെ ചിന്തയെ പ്രകാശിപ്പിക്കുന്ന ആ പരമാത്മ ചൈതന്യമേ, എനിക്ക് മായാതെ ഉള്ളിൽ ആ ജ്ഞാനം നിറഞ്ഞു വിളങ്ങണമേ എന്ന പ്രാർത്ഥന